ഞാൻ ജോത്സ്യനൊന്നല്ലല്ലോ, അല്ല ഇതിങ്ങനെ ഞങ്ങളോട് മാത്രം ചോദിക്കുന്നുണ്ട്. ആ അതെ, മുഹമ്മദ് റിയാസ് അതായത് റിപ്പബ്ലിക് ദിനത്തിനോടും സ്വാതന്ത്ര്യ ദിനത്തിനോടൊക്കെ ഈ ചങ്ങാതിമാർക്ക് വല്ല ബഹുമാനമുണ്ടോ? റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരൻ്റെ കാർ ഉപയോഗിക്കുന്നു, അതും അതേ വകുപ്പിലുള്ള കരാറുകാരൻ്റെ കാർ ഉപയോഗിക്കുന്നു, ജീപ്പ് ഉപയോഗിക്കുന്നു. എന്നിട്ട് ഇപ്പം പറയാണ് പോലീസ് അറേഞ്ച് ചെയ്തതെന്നാണ്. ഞങ്ങൾ RC ഒക്കെ പരിശോധിച്ചു, പോലീസൊന്നും അറേഞ്ച് ചെയ്ത് കൊടുത്തല്ല. ഇതൊക്കെ മരുമകൻ മന്ത്രിയുടെ സ്വന്തക്കാരുടെ വാഹനങ്ങളാണ്. മരുമകൻ മന്ത്രി സ്വന്തം ഭാര്യയ്ക്ക് മാസപ്പടിയായി കിട്ടിയ പണം എത്രയാണ് എന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ നൽകാത്ത ആളാണ്. മന്ത്രിയായിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ്. ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ കരാറുകാരൻ്റെ ജീപ്പ് ഉപയോഗിച്ച് പതാക ഉയർത്താൻ പോകുന്ന ആളാണ്. ഇത് മാത്രമാണോ കേരളത്തിൽ നടക്കുന്നത്? ഇന്നലെ ഹൈക്കോടതിയിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അങ്ങേയറ്റം മ്ലേച്ഛമായൊരു നടപടി ഉണ്ടായി. CPM സഖാക്കളുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പ്രധാനമന്ത്രിക്കും രാജ്യത്തിനുമെതിരായി ഏറ്റവും മോശമായ രീതിയിൽ റിപ്പബ്ലിക് ദിനത്തിൽ അവിടെ അവതരിപ്പിച്ച കാര്യം ഞങ്ങൾ നിയമ മന്ത്രാലയത്തെ സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 പേരെ സസ്പെൻഡ് ചെയ്തു. കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ്. എല്ലാ സ്ഥാപനങ്ങളെയും, നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥാപനങ്ങളെയും ഇതുപോലെ തകർക്കുന്ന ഒരു സമീപനമാണ് CPMനുള്ളത്. മുഹമ്മദ് റിയാസ് ഫാരിസ് അബൂബക്കറിൻ്റെ വലങ്കയാണെന്ന് പറഞ്ഞത് ഞാനല്ല, VS അച്യുതാനന്ദനാണ്. കേരളത്തിൽ നടക്കുന്ന എല്ലാ കച്ചവടവും ഒരു മന്ത്രി മാത്രം എങ്ങനെ നടത്തുന്നു? മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിലെല്ലാം കാര്യങ്ങൾ നടത്തുന്നത്, കരാർ നടത്തുന്നത് എങ്ങനെയാണ് മരുമകനാവുന്നത്? ജലസേചന വകുപ്പിലെ കരാറുകളെല്ലാം എങ്ങനെയാണ് ടൂറിസം മന്ത്രി ചെയ്യുന്നത്? അതുകൊണ്ട് കേരളത്തിലെ CPMും മന്ത്രിസഭയും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എല്ലാ വകുപ്പിലും ഇടപെടുന്ന സൂപ്പർ മുഖ്യമന്ത്രിയാണ് മരുമകൻ. അദ്ദേഹത്തിന് കരാറുകാരുടെ ജീപ്പിലും പോവാം, അദ്ദേഹത്തിന് മാസപ്പടി വാങ്ങിയ കാര്യം മറച്ചു വെക്കാം. നമ്മുടെ നാടിൻ്റെ ഒരു ദയനീയമായ സ്ഥിതിയാണ് ഇത് കാണിക്കുന്നത്. അല്ല, സംഘപരിവാർ പ്രചരണം നടത്തുന്നില്ല. KK മുഹമ്മദിൻ്റെ അഭിപ്രായത്തോടാണ് ഞങ്ങൾക്കും യോജിപ്പ്. KK മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സംഘപരിവാർ അല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയുടെ പേരിൽ തർക്കമുണ്ടാക്കിയ പല ചരിത്രകാരന്മാരും അവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നില്ല എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടുവന്ന്, പ്രത്യേകിച്ച് ഇടത് ചരിത്രകാരന്മാർ ഒരു തെറ്റായ നെറേറ്റീവ് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഭാഗ്യവശാൽ ശ്രീ KK മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്ഖനന നടപടികൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആധികാരികത കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാശിയും മധുരയും വിട്ടുകൊടുക്കണം എന്നാണ്. മുസ്ലിം സഹോദരന്മാരോട് അദ്ദേഹം തന്നെ നടത്തിയൊരു അഭ്യർത്ഥനയാണ്. അത് യാഥാർത്ഥ്യമാവുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാശിയും മധുരയും സ്വമേധയാ വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അവർ വിട്ടുകൊടുത്താലും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന CPMും കോൺഗ്രസുമാണ് ഇവിടെയുള്ളത്. അയോധ്യയിൽ ലിറ്റിഗേഷന് പോയ ആൾ, അവരുടെ മകൻ പ്രാണപ്രതിഷ്ഠയായിട്ട് സഹകരിച്ചു, മോദിയെ സ്വീകരിക്കാൻ വന്നു. പക്ഷേ കോൺഗ്രസും CPMും പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. മുസ്ലിം സമുദായം എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ അതിനെ എതിർക്കുമെന്നുള്ള വർഗീയ നിലപാടെടുക്കുന്നത് കോൺഗ്രസും CPMുമാണ്. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ ആ ചോദ്യത്തിന് എൻ്റെ മറുപടി KK മുഹമ്മദിൻ്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾക്കുമുള്ളത്. അത് നിങ്ങളെടുത്ത വാർത്തയാണല്ലേ? അല്ല, സ്ഥാനാർത്ഥികളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. പല പേരുകൾ ഇതുപോലെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ പിന്നെന്താ, കേന്ദ്രമന്ത്രിമാർ, കേരളത്തിൽ തന്നെ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. അല്ല, കേന്ദ്രമന്ത്രിമാരും മത്സരിക്കും, മുൻ പ്രസിഡന്റുമാരും മത്സരിക്കും, ഭാരവാഹികളും മത്സരിക്കും, പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളും മത്സരിക്കും, എല്ലാവരും മത്സരിക്കും. അത് പാർട്ടി ഹൈക്കമാൻഡ് പറയും.
അല്ല അതല്ല അവരാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയാൽ പോരെ? എനിക്ക് സംസ്ഥാനത്തിലെ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. പാർലമെന്റിലെ സ്ഥാനാർത്ഥികളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. താല്പര്യം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടെങ്കിൽ അവിടെയല്ലേ പറയണ്ടേ? ഇല്ലേ, യാത്രയുടെ ഭാഗമായിട്ട് ഉണ്ടല്ലോ. പിണറായി വിജയൻ കണ്ട പോലെ കരാറുകാരെയല്ല, സമൂഹത്തിലെ ഇന്ന് 12 മണിക്ക് നിങ്ങൾ കാണാം, ഒരു കരാറുകാരെയും വിളിച്ചിട്ടില്ല. ബാക്കിയുള്ള ആൾക്കാരെ ഗവർണറുടെ കാര്യം കൂടി കാണിക്കുന്നു. അതെ, ഞാനത് കണ്ടു, ആ വാർത്ത ഞാനത് പറഞ്ഞാൻ തുടങ്ങിയതാണ്. എന്നിട്ടാണ് ചോദിക്കുന്നത് ഞാൻ കണ്ടാൽ മിണ്ടണം. മിണ്ടാൻ പറ്റി ചരക്കും. ഗവർണറെ ആക്ഷേപിച്ചാൽ അങ്ങനെ നടപടികളുണ്ടാവും. പ്രധാനമന്ത്രി എന്തിനിടപെടുന്നു? ഭരണഘടനാപരമായി പാലിക്കേണ്ട മര്യാദകൾ മുഖ്യമന്ത്രിക്കും ബാധകമാണ്. മുഖ്യമന്ത്രി ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള ഒരാളല്ല, അത് പാർട്ടിയിൽ അയാൾ വലിയ ആളായിരിക്കും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലവൻ ഗവർണറാണ്. ആ ഗവർണർക്കുള്ള നിലവിലുള്ള അധികാര പരിധി അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. സർവകലാശാലകളുടെ നിയന്ത്രണം സർക്കാരിനല്ല, അത് ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർക്കാണ്. സുപ്രീം കോടതി ശക്തമായ വിധി വന്നു, എന്നിട്ടും അത് അംഗീകരിക്കില്ല എന്നാണ് ഈ കുട്ടിക്കൊരങ്ങന്മാരെ പായാലും SFIക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അല്ല, നിങ്ങളല്ല, SFIക്കാരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇവര്. സർവകലാശാലകളുടെ നിയന്ത്രണം നിങ്ങൾക്കല്ല, ഗവർണർക്കാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഈ SFIക്കാരെ കൊണ്ട് റോഡിൽ പിന്നെ സമരം ചെയ്യിക്കുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിന് ബുദ്ധിമുട്ട് വരും. താങ്ക് യു. അതൊക്കെ നിങ്ങളെ ക്യാപ്സൂള മോനെ, അങ്ങനെ ഒരു പള്ളിയിലും ഇല്ല. നിങ്ങൾ ഇറക്കിയതൊക്കെ പൊളിഞ്ഞു പോയി. നിങ്ങൾ ഈ ക്രിസ്ത്യൻ സംഘടനകളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് പോയി നോക്കണം. നിങ്ങൾ ആ ഒരു കാവിക്കൊടി അതിൻ്റെ മുകളിൽ കെട്ടിയിട്ടുള്ള ഒരു സാധനമല്ലേ, അങ്ങനെ എത്ര ഇറങ്ങി മോനെ. ഇവിടെ ഒരു കളി ഇവിടെ നടക്കില്ല. ക്രിസ്ത്യാനികൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ടേ. സ്നേഹയാത്രയാണ് അത്. സ്നേഹം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ 8 ലക്ഷം വീടുകളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായതാണ്.